ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുജി നൂലിൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ സ്ലീവ് ഡിസൈൻ ആയിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി വീഡിയോ ആണ് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് അടുത്ത ദിവസം നോക്കാം. ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ബോറടിക്കുന്നു വിചാരിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഈ ഒരു ടോപ്പാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒറിജിനൽ ഇതിൻ്റെ സ്ലീവിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു പീസാണ്. അപ്പോൾ നമുക്കിത് എലാസ്റ്റിക്കിന് അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം, എലാസ്റ്റിക് വെക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു 2 സൈഡും കുറച്ചൊന്നും കൊണ്ട് തുന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തുന്നൊന്ന് ഇത്തിരി പൊട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആം ഹോൾ എത്രയാണ് നോക്കതേ കണ്ടില്ലേ, നേരെ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് തൊട്ട് ഈ കൈക്കുഴി വരെ 8.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് എടുക്കണം. ആം ഹോൾ +1 ആണ് എപ്പോഴും നമ്മൾ കൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന് വീതിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ 10 ആണെന്നുണ്ടെങ്കിൽ 11 എടുക്കുക. അങ്ങനെ നമ്മൾ 1 ഇഞ്ച് എന്തായാലും കൂട്ടിയിരിക്കണം. അപ്പോൾ ഇവിടെ 8.5 ആണ് നമുക്ക് ആം ഹോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 9 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള തുണിയെ 4 ആക്കി മടക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ആം ഹോൾ +1 ഇതും പിന്നെ അതുപോലെ തന്നെ ലെങ്ത്തും കിട്ടുന്ന രൂപത്തിൽ 4 ആക്കി മടക്കി വെക്കാം. അതിനുശേഷം ആം ഹോൾ +1 വീതിയിൽ അടയാളപ്പെടുത്തി. അതിനുശേഷം എനിക്ക് വേണ്ടത് ഫുൾ ലെങ്ത്ത് 17 ആണ്. കറക്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എടുത്തതിന് ശേഷം ഈ ഒരു സ്ലീവ് നമ്മൾ സാധാരണ ഒരു സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നേരെ കുറച്ച് ചെരിച്ചിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടോ, നേരെ ഇവിടെ മുകളിൽ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ നേരെ പിടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. പകുതിയിൽ നിന്ന് നേരെ ഒരു 3/4 ഇഞ്ചോളം ഇങ്ങോട്ട് മുകളിലേക്ക് കയറ്റിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇത്രയാണ് നമ്മൾ സ്ലീവിന് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ല, നമ്മൾ സാധാരണ ഒരു കൈയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. ഇത്ര വിടുത്ത് മതി. അപ്പോൾ ഇതൊരു എലാസ്റ്റിക് വെച്ചുകൊണ്ടുള്ള കൈ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തുണി എക്സ്ട്രാ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നോക്കിയിട്ടില്ല, നേരെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് അളവൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കും കൂടെ നോക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എലാസ്റ്റിക് വെക്കുന്നതിന് നേരെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു പീസ് നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ല, അപ്പോൾ കുറച്ച് ചുക്കിയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ചതുര ഭാഗമാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു നല്ല ഭാഗവും ടോപ്പിൻ്റെ ഒരു നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നോക്കിയെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇനി ഇതിലൂടെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫുൾ റൗണ്ടായിട്ട്. ഞാൻ എന്തായാലും ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ റൗണ്ട് ഷേപ്പ് തെറ്റരുത് കേട്ടോ, കറക്റ്റിൽ അടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടിഭാഗം മടക്കി അടിക്കും കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ അതും കൂടെ മടക്കി അടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തണം. അപ്പോൾ ഞാൻ ഏറ്റവും അടിഭാഗത്തല്ല കേട്ടോ വെക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ മോഡലിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാൻ കുറച്ച് മുകളിലേക്കാണ്. അപ്പോൾ ഒരു 2-2.5 ഇഞ്ചിലാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഡ്ത്തിലാണല്ലോ നമുക്ക് കിട്ടേണ്ടത്, ഒരു ചതുരം പോലെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 2-2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം 2.5-ലും മറ്റു ഭാഗം 2-ലും നിൽക്കുന്ന രൂപത്തിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം സെൻറ്റർ ഭാഗത്ത് ഉണ്ടാവും. അതിലൂടെ നമ്മുടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ 2.5-ൽ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. 2.5യുടെ ലൈനിൽ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അത് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് വേണം തുണിയുടെ നല്ല ഭാഗവും നമ്മൾ എടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അത് അപ്പുറത്തേക്ക് തിരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മടക്കിയിട്ട് നമ്മൾ 2 അടയാളപ്പെടുത്തിയതിലേക്ക് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ ഈ 2ലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ഒരു വിധത്തിലാണ് ഇത് കിട്ടുക. കണ്ടില്ലേ, ഇനി ഇതിലൂടെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഞാൻ ഇതിലൂടെയും കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കട്ടെ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഹോള് പോലെ ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഇലാസ്റ്റിക് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ 2-2.5 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇലാസ്റ്റിക് കുറച്ചും കൂടെ വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ, വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വീതി കൂട്ടാം. വീതി കുറവുള്ളതാണെങ്കിൽ വീതി കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 2-2.5 എന്നുള്ളത് ഞാൻ മാക്സിമം ഒരു അടയാളം പറഞ്ഞു. പിന്നെ അതേ ഇതിലൂടെ ഒരു പ്രസ് അടിയും കൂടെ കൊടുക്കുക. നമ്മൾ ഇങ്ങനെ മറിച്ചെടുത്തില്ല, ആ ഒരു ഭാഗത്തൊന്ന് പ്രസ് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ നല്ല പോലെ ഒന്ന് പതിഞ്ഞിരുന്നോളും. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഇലാസ്റ്റിക്കിൽ ഞാൻ പിന്നെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഹോളിലേക്ക് ഇലാസ്റ്റിക്കിനെ വലിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേ ഈ ലാസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ പിന്നെ ഊരി മാറ്റുന്നതൊക്കെ കൊള്ളാം. അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെയോ ഒന്നും കൂടെ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയോ ചെയ്യണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇലാസ്റ്റിക് ഊരിപ്പോകും. അപ്പോൾ ഞാൻ അവിടെ ആ പിൻ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതേ ഈ ഇലാസ്റ്റിക് ഒന്നിങ്ങനെ വലിച്ചിട്ട് എടുത്തിട്ട് ഇതേ ഇതുപോലെ ചുക്കി ചുളിച്ച് വെക്കുക. അപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൈൻ്റെ കറക്റ്റ് ഒരു പാകത്തിനാക്കിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചിട്ട് കൈൻ്റെ ഒരു കറക്റ്റ് പാകത്തിനാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ സൈഡ് കൂട്ടിക്കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഇലാസ്റ്റിക് നമ്മുടെ കയ്യിൽ നിന്ന് പോവരുത്. പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഫസ്റ്റിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും. പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഒന്നും കൂടെ മെഷീനിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ കെട്ട് കുടുക്കിയിട്ട് അടിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടെ ഒക്കെ വലിക്കുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഒന്ന് തുന്നുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ കെട്ട് കുടുക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ലീവ് വെക്കുന്ന ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം നല്ല കിടുവായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഓപ്പണിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺ ഹോളും ബട്ടണും വെക്കുന്ന വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി നമ്മുടെ കോളർ ടോപ്പ് ഞാനും ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുടർച്ചയായി ആ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോറടിക്കുന്നു വിചാരിച്ചുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത വീഡിയോ നമ്മുടെ കോളർ ടോപ്പിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. നല്ല ഷർട്ടിൻ്റെ മോഡലുള്ള കോളർ ടോപ്പിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ സ്റ്റിച്ചിങ് ചാനൽ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.